Hello, Afra. I guess now you're audible. ഒന്നുകൂടി പറയാം സംസാരിക്കാം എന്തേലും. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ഹൗ ആർ യു? ഫൈൻ. വി ഹാവ് ടുഡേ അഫ്ര ഫാത്തിമ, സി എ ഇന്റർമീഡിയറ്റ് ജാനുവരി 26 എക്സാംസിൽ ഓൾ ഇന്ത്യ റാങ്ക് 38 ആണ് അഫ്ര സ്കോർ ചെയ്തത്. ഹൗ ഡസ് ഇറ്റ് ഫീൽ, അഫ്ര, ടു ബി എ റാങ്ക് ഹോൾഡർ? ഹാപ്പി. ഹാപ്പി? ദാറ്റ്സ് ഇറ്റ്? കഴിഞ്ഞു? യാ. ഒന്ന് ആ, നമുക്ക് ആ റിസൾട്ടിന്റെ ഡേ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് തരുമോ? സ്റ്റാർട്ടിങ് ഫ്രം യുവർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്, ആ രാവിലെ മുതൽ ദി എൻറ്റയർ ഡേ അൺടിൽ നൈറ്റ്, ഹൗ വാസ് ഇറ്റ് എന്നുള്ള വി ആർ ക്യൂരിയസ് ടു നോ. ആക്ച്വലി അവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. ഞാനും സിബ്ലിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഉപ്പാപ്പ മരിച്ച് എല്ലാരും അവിടെ ഉണ്ടായിരുന്നേ. അപ്പം റിസൾട്ട് കണ്ട് ഹാപ്പി ആയി. ഉമ്മയപ്പം നടത്തില്ലായിരുന്നു. അപ്പൊ ഓരെ പിന്നെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഇരുന്നു. വലിയ സെലിബ്രേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ. ഉപ്പ അടുത്തില്ലേ നിങ്ങൾ പറഞ്ഞ? ഓ, ഉപ്പ അടുത്തില്ലേന്നോ? ഉപ്പാപ്പ ഓക്കെ, 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 ഓക്കെ. ഓക്കെ, ഫൈൻ, ഫൈൻ. എങ്ങനെ, ക്ലിയർ ആയില്ല? ഉപ്പയും ഉമ്മയൊന്നും വീട്ടിലില്ലായിരുന്നു ഓക്കെ. റിസൾട്ട് നോക്കുന്ന വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ എന്നുള്ള? സമയമില്ല. ഓക്കെ. അറിഞ്ഞിരുന്നോ റിസൾട്ട് വന്നപ്പോ തന്നെ റാങ്ക് ആണ് എന്നുള്ളത്? അപ്പൊ അറിഞ്ഞ്. മാഷാ അല്ലാ. ഓക്കെ, അഫ്ര, ടെൽ us സംതിങ് അബൌട്ട് യുവർ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ എവിടുന്നാണ്, ഹൗ ഡിഡ് യു കം ടു സി എ കോഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്റെ സ്ഥലം നാദാപുരാണ്, വാണിമേൽ. പിന്നെ എങ്ങനെ സിയൊക്കെ വന്നു ചോദിച്ചാല് 10th പഠിക്കുന്ന സമയത്താണ് ആലോചിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആവണല്ലോ. അപ്പോ ആണോ? ആ സമയത്ത് സയൻസിനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലേനു. പിന്നെ സോഷ്യലും അതും ഒട്ടും ഇഷ്ടല്ല. പിന്നെയുള്ള കൊമേഴ്സ് ആണ്. അപ്പൊ കൊമേഴ്സ് ഫീൽഡിൽ എന്തെങ്കിലും നോക്കാൻ വിചാരിച്ചു. കൊമേഴ്സ് ഫീൽഡ് എടുക്കുന്ന സമയത്ത് സി ആണല്ലോ ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ സീനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി, ഇഷ്ടപ്പെട്ട്. അങ്ങനെ സിയിലേക്ക് വന്ന്. ജോയിൻ ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് ഫീലിംഗ് വന്നിരുന്നോ, അടുത്ത കോഴ്സ് തെറ്റിപ്പോയി എന്നുള്ള? ഇന്ററിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിയിരുന്നു എന്തിനാ ഞാൻ ഇതെടുത്തത്. പക്ഷെ കുഴപ്പമില്ല. ലൈക്ക് ഏകദേശം ഇന്റർന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മാസം കഴിഞ്ഞപ്പോഴാണ് ആ ഫീലിംഗ് വന്നത്? ആൻഡ് സ്പെസിഫിക്കലി വൈ, ലാസ്റ്റ് എന്തുകൊണ്ടാ വന്നത്? എക്സാം അടുത്ത സമയത്ത് പ്രഷർ കൂടുമല്ലോ. അപ്പൊ അപ്പൊ തോന്നി. അതുവരെ കുഴപ്പമില്ല. സിലബസ് വാസ്റ്റ് ആണ്, നമുക്കിപ്പോൾ സ്പെസിഫിക്കലി ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. യു നോ ദാറ്റ് വെരി വെൽ, ഐ ഓൾസോ നോ ദാറ്റ് വെരി വെൽ. ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ്? അത് പഠിച്ചോണ്ടിരിക്കുക. വാസ്റ്റ് ആണ്, അത് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ടൈം എടുത്ത് പഠിക്കുക. അല്ലാണ്ട് പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് നോക്കണമെന്ന് ചോദിച്ചാൽ നടക്കൂല. നിങ്ങൾ ആദ്യമേ ലൈക്ക് പ്ലാൻഡ് ആയിരുന്നോ നിങ്ങളെ സ്റ്റഡീസ് ഫുള്ള്? ഞാൻ ഇത്ര ടൈം ആകുമ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും, ഈ ടൈം ആകുമ്പോൾ എൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ഇത്ര റിവിഷൻ ചെയ്യും, ഞാൻ ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്യും, ഇതെല്ലാം ഓൾറെഡി സെറ്റ് ആയിരുന്നോ? ഒരിക്കലല്ല. ഞാന് റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ് പഠിച്ചത്. അപ്പൊ ഓക്കെ. അവിടെ ഇടയ്ക്കൊക്കെ എക്സാംസ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ ആ എക്സാംസിന് വേണ്ടി മാത്രം പഠിക്കും, അല്ലാണ്ടൊന്നും നോക്കുന്നില്ലായിരുന്നു. പിന്നെ അവിടെ ഡെയിലി ഇവാലുവേഷൻസ് ഒക്കെ വന്നു തുടങ്ങി, ലാസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് കഴിയുന്ന സമയത്ത്. അപ്പൊ പിന്നെ ഡെയിലി ആ സമയത്താ കുറച്ച് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയത്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് കഴിയുന്ന സമയത്താ. അങ്ങനെ ഏകദേശം അപ്പോഴേക്കും എത്ര എക്സാമിന് എത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ? രണ്ടര മാസം ആവും. രണ്ടര മാസം ഉണ്ടായിരുന്നു. ഫൈൻ, ഓക്കെ. ഫെൽറ്റ് ലൈക്ക് ഒറ്റ ഗ്രൂപ്പിലേക്ക് ഒതുക്കുക, രണ്ട് ഗ്രൂപ്പ് കൂടി ആയി കഴിഞ്ഞാൽ മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല. ഇല്ല, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്തായാലും പാസ് ആവണമെന്നുണ്ടായിരുന്നു. പക്ഷെ ബൂത്ത് നടക്കുമെന്ന് അത് ഡൗട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പാസ്സാവാൻ വേണമായിരുന്നു. അങ്ങനെയായിരുന്നു.
ഓ വാട്ട് കെപ്റ്റ് യു ഗോയിങ് ആ ഒരു പെർട്ടിക്കുലർ ഡയലമുള്ള സ്റ്റേജിൽ? ഭൂരിഭാഗം സി എസ് സ്റ്റുഡൻസും പോകുന്ന ഒരു സ്റ്റേജാണ്, ലൈക്ക് ബോത്ത് വേണോ, ബോത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ രണ്ടും കിട്ടൂല, എന്നാ പിന്നെ ഒന്നിലേക്ക് ഒതുക്കാലോ, എന്തായാലും പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞാൽ അടുത്ത എക്സാം ഉണ്ടല്ലോ. വാട്ട് സ്റ്റിക്ക് ഡ്യൂ ടു ദ പ്ലാൻ ദാറ്റ് ഞാൻ എന്തായാലും ബോത്ത് തന്നെ ചെയ്യുള്ളൂ? എന്റെ ഉമ്മയും ഉപ്പയായിരിക്കും. ഓരാലോചിക്കുമ്പം ഇത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിച്ചല്ലേ, അപ്പൊ പിന്നെ ഇനിയും പിന്നെയും പഠിക്കാ പറഞ്ഞാല് ഓൾറെഡി എനിക്ക് തന്നെ മടുത്ത്. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, അതിനെ പറ്റുള്ളൂ. ഞാൻ എന്നോട് തന്നെ പുഷ് ചെയ്തു. മാഷാഅല്ലാ. എവർ പിന്നെ നിങ്ങള് അവിടെ യാ ക്യാരി ഓൺ ക്യാരി ഓൺ ക്യാരി ഓൺ. അവിടെ മെന്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു സപ്പോർട്ടിന്. പിന്നെ അവരും നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത്. അങ്ങനെ നിങ്ങൾ വാട്ട് വുഡ് ബി ദ ബെസ്റ്റ് അഡ്വൈസ് യു ഗോട്ട് നിങ്ങൾക്ക് ഈ CA ജേർണിയിൽ? അങ്ങനെ ചോദിച്ചാ നമ്മളെ തന്നെ വിശ്വസിക്കാം, മുന്നോട്ട് പോവാം. പല പ്രാവശ്യം ഡൗട്ട് തോന്നും, പറ്റോ ഇല്ലേ പറ്റോ ഇല്ലേ. ഈവൻ എക്സാം ആണല്ലോ, അറിയാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് നമ്മള് നമ്മളെ മാക്സിമം ചെയ്യാ, കോൺഫിഡൻസോടെ മുന്നോട്ട് പോവാ, അത്ര. ബിഫോർ ഐ പ്രൊസീഡ്, ഞാൻ ജസ്റ്റ് ഇവിടെ അഫ്രന്റെ മാർക്സ് ഇവിടെ റീഡ് ഔട്ട് ചെയ്യാം. അഫ്ര ഫാത്തിമ സ്കോർഡ് അക്കൗണ്ട്സിൽ 80, ലോയിൽ 55, ടാക്സിൽ 71, അങ്ങനെ ഗ്രൂപ്പ് 1 അഗ്രിഗേറ്റ് 206 ആണ്, കോസ്റ്റിംഗിൽ 95. ഓക്കെ. അഫ്ര ഒരു രണ്ടാൾക്കാരെ പാസ്സാക്കാനുള്ള മാർക്കാണ് നിങ്ങൾ ഒറ്റക്ക് കൊണ്ടുപോയത്. ഓക്കെ. ഓഡിറ്റിംഗ്, ഐ എം വെരി ക്യൂരിയസ്. ഓക്കെ, ആ 5 മാർക്ക് എവിടെ പോയി എന്നുള്ളത് ബൈ ദ വേ. ഓഡിറ്റിംഗിൽ 68, FM 64, സെക്കൻഡ് ഗ്രൂപ്പിൽ 227, ടോട്ടൽ 433, ഓൾ ഇന്ത്യ റാങ്ക് 38. യെസ് അഫ്ര, ടെൽ us about your പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. നിങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്തു ഈ സ്കോറൊക്കെ? ബിഫോർ ദാറ്റ്, വാട്ട് വാസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട് ഇൻ CA ഇന്റർ? ഏതാ? കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് ആയിരുന്നു, അത് എവിഡന്റും ആണ്. ഓക്കെ. സബ്ജക്ട് യു ഡോണ്ട് ലൈക്ക് അറ്റ് ഓൾ, തീരെ ഇഷ്ടമല്ല? അതും എവിടെന്നെ. അതും എവിഡന്റ് ആണ്, ലോ തന്നെയാണ്. സോ വാട്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോസ്റ്റിംഗ് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? അതിൽ എങ്ങനെ നിങ്ങൾ 95 സ്കോർ ചെയ്തു? ആൻഡ് ഈവൻ ദോ നിങ്ങൾക്ക് ലോ തീരെ ഇഷ്ടമല്ല, എന്നാലും പാസ്സാവണമെങ്കിൽ അതും CA ആവണമെങ്കിൽ അത് പാസ്സാവാൻ വേണം. സോ വാട്ട് അപ്രോച്ച് യു ടുക്ക് ഇൻ ദാറ്റ് സ്പെസിഫിക്കലി? വി വോണ്ട് ടു നോ നിങ്ങൾ എല്ലാ സബ്ജക്ട്സിലും, ബട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ദീസ് 2 സബ്ജക്ട്സ്. യെസ്, ടെൽ us വൈ കോസ്റ്റിംഗ് സോ ഫേവറേറ്റ്. കോസ്റ്റിംഗ് വെച്ചാൽ നമ്മള് ലോജിക് വെച്ച് ചെയ്യാനുള്ള, ഒരുപാട് ബൈ ഹാർട്ട് അടിക്കാനോ മനപ്പാടാക്കാനോ ഒന്നുമില്ല, മനസ്സിലാക്കി ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കോസ്റ്റിംഗിൽ ഭയങ്കര എഫേർട്ട് തന്നെ വന്നിട്ടില്ല. ക്ലാസ് എടുത്ത് കിട്ടിയ സമയത്ത് തന്നെ ആയിരുന്നു. ആസ് കമ്പയർ ടു ടാക്സ് അത് ആൻഡ് അക്കൗണ്ട്സിനേക്കാളും നിങ്ങൾക്ക് കോസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു, ലോജിക് ഒന്നുകൂടി കൂടുതലാ തോന്നി? അത് കോൺസെപ്റ്റ് ഒക്കെ കുറച്ചുകൂടെ ഓക്കെ ആയിരുന്നു, അതുകൊണ്ട്. മാഷാ. സ്കൂളിലും ഫൗണ്ടേഷനിലും ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു അപ്പോൾ? സ്കൂളിൽ മാത്സ് ആയിരുന്നു, മാത്സ് ആയിരുന്നു. ഫൗണ്ടേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, നൗ ഐ നോ എക്സാക്ട്ലി നിങ്ങൾ ഏത് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഇസ് അമേസിങ്. ഓക്കെ. ഐ ഗെസ് ഇറ്റ് വുഡ് ബി ബെറ്റർ നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെ നിങ്ങളെ എക്സ്പീരിയൻസ് പറയുന്ന, അക്കൗണ്ട്സ് എവറിഥിങ്, വാട്ട് ഡിഡ് യു ഡു സ്പെസിഫിക്കലി ഇൻ ദാറ്റ് സബ്ജക്ട് എന്നുള്ളത് ഷോർട്ട് ആയിട്ട് ബ്രീഫ് ആയിട്ട്. എല്ലാ സബ്ജക്റ്റിലും ഞാൻ ഐസിന്റെ സ്റ്റഡി മെറ്റീരിയൽ പറ്റുന്നിടത്തോളം ഫോളോ ചെയ്യാൻ നോക്കി. എല്ലാം നടന്നിട്ടില്ല. അക്കൗണ്ട്സ് ഒക്കെ ഐസിന്റെ സ്റ്റഡി മെറ്റീരിയലിലെ എല്ലാ പ്രോബ്ലംസും എല്ലാ എക്സാമ്പിൾസും ഒക്കെ അങ്ങനെ നോക്കിയാ പോയെ, അപ്പൊ കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഓക്കെ ആവും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാ, MTP ചെയ്യാ, അങ്ങനൊക്കെ റിവൈസ് ചെയ്ത്. പിന്നെ ലോ പറയുകയാണെങ്കിൽ ഐസിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ നോക്കാൻ നോക്കി, പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അതെനിക്ക് സെറ്റ് ആയില്ല. ആ ബുക്ക് തുറക്കുമ്പോ ഒരുമാതിരിയാവും, അപ്പൊ അടച്ചു വെക്കും. അങ്ങനെ പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോ ടൈം ഇല്ല, സ്റ്റഡി മെറ്റീരിയൽ നോക്കാനൊന്നും ടൈം ഇല്ല. അപ്പൊ പിന്നെ സാറിന്റെ നോട്ടൊക്കെ വെച്ച് പോയി. പിന്നെ ഉള്ളത് ടാക്സ്. എല്ലാത്തിനും ആദ്യം സ്റ്റഡി മെറ്റീരിയൽ ചെയ്യും, പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഈ അങ്ങനെ ജാനുവരിയിലെ ലോ നല്ല അടിപൊളി സ്റ്റോറി ബുക്ക് ചെയ്യുന്നു ബൈ ദ വേ.
ഞാൻ തന്നെ പേപ്പർ കണ്ടിട്ട് ലൈക്ക് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ആ സ്റ്റോറി ബുക്ക് കൈ കിട്ടിയപ്പോ? അറിയാത്ത ക്വസ്റ്റ്യൻസ് ഫുള്ള്, അറിയുന്ന രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ. എല്ലാരും പറയും നമുക്ക് എന്തായാലും പാസ്സാകാനുള്ള അതിൽ ഉണ്ടാവും എന്ന് പറയുന്നേക്കാം. അപ്പൊ എനിക്ക് തോന്നിയൊക്കെ ഞാൻ എഴുതിച്ച്. അതിൽ വല്ല ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എഴുതിച്ച്. എക്സ്പെക്ട് ചെയ്തിരുന്നോ പാസ്സാവും എന്നുള്ള ലെവല്? അതെനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പൊട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ലോല് പൊട്ടു. ലോല് 40 ഇട്ടാണ് എന്തായാലും പാസ്സാവും, അങ്ങനെ ഇരുന്ന്. ഓക്കെ. ഞാനിവിടെ മറ്റേ സ്റ്റാർട്ടിംഗ് ഡിസ്ക്ലെയിമർ ഇടുന്നു. അഫ്ര ഫാത്തിമ എന്റെ സ്റ്റുഡന്റ് അല്ല. ഞാൻ റാങ്ക് അടിച്ചുകൊണ്ട് മാത്രം സെഷനിൽ വിളിച്ചതാണ്. ഓക്കെ, ദാറ്റ് വാസ് ആക്ച്വലി ക്യൂട്ട് റെസ്പോൺസ്. ഓക്കെ, ആൻഡ് ടു ബി ഓണസ്റ്റ് എനിക്കും തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ലോ ആയിരുന്നു. ഈവൻ ദോ ഐ എം എ ലോ ഫാക്കൽറ്റി. ഇങ്ങനെ പാസ്സായതാണ്. ഇന്റർമീഡിയറ്റിൽ ഐ തിങ്ക് 41, ഫൈനലിൽ ഐ തിങ്ക് 40. യാ, ആൻഡ് പ്രാക്ടിക്കൽസ് ചെയ്യുന്നു. ബട്ട് വെൻ ഐ സേ പ്രാക്ടിക്കൽസ് ഓൾസോ കോസ്റ്റിംഗിൽ ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് കോസ്റ്റിംഗ് എങ്ങനെ ലോജിക്ക് കിട്ടും എന്നുള്ളത്. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്, A+B, B+C, അങ്ങനെ എന്തൊക്കെയോ കോളം ഉണ്ടാക്കുക സാധനങ്ങൾ. യെസ്, ചില ഏരിയാസ് ഉണ്ട് ബൈ മാത്സിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. ബട്ട് അതർവൈസ് വാട്ട് ഐ ഫെൽറ്റ് വാസ് ടാക്സേഷനിൽ ലോജിക് ഉണ്ട്. 5 ഹെഡും കാര്യങ്ങളും. അക്കൗണ്ട്സിൽ ഒരു 40-60 കുറച്ച് ക്യൂട്ട് അക്കൗണ്ട്സ് ആണ്. ബാക്കിയുള്ളത് AS കാര്യങ്ങൾ വലിയ രസമൊന്നുമില്ലായിരുന്നു. യു ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദ ഫസ്റ്റ് ഗ്രൂപ്പ് സബ്ജക്ട്സ്. സെക്കൻഡ് ഗ്രൂപ്പ്, യാ ടെൽ മീ കോസ്റ്റിംഗ് സ്പെസിഫിക്കലി എങ്ങനെയാണ് ആ സംഭവങ്ങൾ ക്രാക്ക് ചെയ്തത്? 95 ഇൻ കോസ്റ്റിംഗ്. എവിടെ പോയി ആ 5 മാർക്ക്? നിങ്ങൾ 100 ഔട്ട് ഓഫ് 100 എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇല്ല. ഇല്ല. 95 എക്സ്പെക്ട് കോസ്റ്റിംഗ് ചെയ്തിരുന്നോ? 90+? അത് എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം കോസ്റ്റിംഗിന്റെ എക്സാം എനിക്ക് നല്ല സിമ്പിൾ ആയിരുന്നു. അത് മാത്രം എനിക്ക് നല്ല സിമ്പിൾ ആയിരുന്നു. നേരത്തെ എഴുതി തീർന്നോ? ടൈമിന് എഴുതി തന്നു. ഒരുപാട് നേരത്തൊന്നുമല്ല, ടൈമിന് കഴിഞ്ഞു. ഓക്കെ, ടെൽ us അതിന് your study strategy. യാ, ഗോ ahead. ഞാൻ കേട്ടില്ല, ഒന്നുകൂടി. ആ സബ്ജക്ട് മാത്രമേ ഞാൻ 100 മാർക്കിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും അത്ര അറ്റൻഡ് ചെയ്തില്ല. ഇതെനിക്ക് 100 മാർക്കിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. മാഷാഅല്ലാ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആവറേജ് എത്ര മാർക്സിന് എഴുതിയിട്ടുണ്ടാവും? ചിലതൊക്കെ 80, ചിലതൊക്കെ 90. ഓക്കെ, ഓക്കെ, ഓക്കെ. എങ്ങനെയായിരുന്നു സ്പെസിഫിക് ആയിട്ട് സ്റ്റഡി സ്ട്രാറ്റജി? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലിലുള്ള അതേ പാറ്റേൺ ആണോ കോസ്റ്റിംഗിൽ ഫോളോ ചെയ്തത്, അതോ ഫാക്കൽറ്റി പഠിപ്പിച്ച മെത്തേഡ് ആണോ? ബിക്കോസ് കോസ്റ്റിംഗിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താ വെച്ചാൽ, ഇപ്പൊ ടാക്സിലും അക്കൗണ്ട്സിലൊക്കെ ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലാണ് എല്ലാ ക്വസ്റ്റിനും സോൾവ് ചെയ്ത് പോകുന്നത്. കോസ്റ്റിംഗിൽ ഓരോ ക്വസ്റ്റിന്റെ പാറ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട്. സോ ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ്? ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ആൻസർ അറിയാന്നുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്ന് മനസ്സിലാവൂല. ബട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു വന്നപ്പോ ഓക്കെ. കോസ്റ്റിംഗ് എന്താ വെച്ചാല് ക്ലാസ് നടന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ സാറ് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതുകൊണ്ട് നല്ല ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ ഒരുപാട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ക്ലാസ് നടന്നുകൊടുക്കുമ്പോൾ തന്നെ കുറെ ചെയ്തിരുന്നു. മാഷാഅല്ലാ. ബാക്കി യു ഹാഡ് 68 ഇൻ ഓഡിറ്റിംഗ് ആൻഡ് FM/SM 64. വാട്ട് അബൌട്ട് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗും തിയറി അല്ലേ? വൈ ഓൺലി ലോ ഇഷ്ടമല്ല, ഓഡിറ്റിംഗ് ഇഷ്ടമാണ്? പക്ഷെ ഓഡിറ്റിംഗ് പഠിക്കാനൊരു രസം തോന്നി. ലോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഓഡിറ്റിംഗ് തുടക്കത്തിൽ നല്ല ഇഷ്യൂ ആയിരുന്നു. ക്ലാസ് തുടങ്ങിയ പാട് ഇതെങ്ങനെ പഠിക്കും ഞാൻ വിചാരിച്ചു. ഇതിനേക്കാളും ബെറ്റർ ലോ ആന്നൊക്കെ വിചാരിച്ചു. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ഒട്ടും ഓക്കെ ആവുന്നില്ല. ഇതെന്ത് വലുതാ വിചാരിച്ചു. പക്ഷെ ട്രാക്ക് കയറിയപ്പോ കുഴപ്പമില്ലാണ്ടായി. ഓടിച്ച് പഠിക്കുമ്പോ ഒരു രസം തോന്നും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷെ ലോ അങ്ങനെയല്ലേ, ഇത് പഠിക്കാൻ തോന്നൂലേ. തോന്നുന്നില്ലായിരുന്നു. FM/SM? FM ഞാൻ ഫോക്കസ് ചെയ്തത്. ബട്ട് FM-ന്റെ എക്സാം കുറച്ച് ടഫ് ആയിരുന്നു. SM ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയില്ല, 2-3 ചാപ്റ്റേഴ്സ് നോക്കിയുള്ളൂ. അതുകൊണ്ട് SM എക്സാമിന് പോയപ്പോ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ, പക്ഷെ ആൻസർ ചെയ്താൽ കിട്ടുന്നില്ല. അതായിരുന്നു പ്രശ്നം. പിന്നെ 4 ദിവസം ഉണ്ടായിരുന്നു ആക്ച്വലി FM പഠിക്കാൻ. 4 ദിവസം ഉള്ളതുകൊണ്ടാവും എഫക്റ്റീവ് ആയിട്ട് പോയില്ല. അത് എന്നിങ്ങനൊക്കെ പോയി. നമുക്ക് അതിൽ നിങ്ങളാ ഞാൻ അത്ര മാർക്ക് ക്യാരി ഓൺ. ക്യാരി ഓൺ, ക്യാരി ഓൺ. എങ്ങനെ അതിൽ എത്ര മാർക്ക്? അതിൽ അത്ര മാർക്ക് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്തില്ല. എക്സാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഫൈനൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചെന്നുള്ളത്. നിങ്ങളാ ലാസ്റ്റ് എക്സാമിന്റെ ഡേ ഒന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് തരുമോ? ഹൗ ഡിഡ് യു ഫീൽ എക്സാം ഹോളിൽ നിന്ന് എല്ലാ പേപ്പേഴ്സും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ? എസ്പെഷ്യലി നമുക്ക് ഓഡിറ്റിംഗിൽ കുറെ കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആൻഡ് ഫൈനലി വെൻ യു കെയിം ഔട്ട് ഓഫ് ദി എക്സാം ഹോൾ, ഹൗ വാസ് ദ ഫീലിംഗ്?
എക്സാം ആണെന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് എന്താ പൊലിവ് കയറി, എക്സാം കഴിയാൻ പോകണല്ലോ എന്നുള്ളത്. ഓഡിറ്റിന്റെ എക്സാം എഴുതി കഴിഞ്ഞൊന്നുമില്ല. പക്ഷെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക 1 മണിക്കൂറാണുള്ളൂ, ഇനി അരമണിക്കൂറാണുള്ളൂ. ആക്ച്വലി ടെൻഷൻ ആവേണ്ടത് എഴുതി കഴിഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ലേനു. ഇതും കൂടെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞില്ല എന്നുള്ള സന്തോഷേനു. ആ സന്തോഷം കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ലേനു. എങ്ങനെയൊക്കെ എഴുതി അങ്ങനെ. മാഷാ അഫ്ര, സി എ പ്രിപ്പറേഷൻസിൽ മോട്ടിവേഷൻ ആണോ ഡിസിപ്ലിൻ ആണോ ഇമ്പോർട്ടൻറ്റ്? വാട്ട് യു തിങ്ക്? മോട്ടിവേഷൻ ആവും. മോട്ടിവേഷൻ ആവും. വൈ? ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല എന്റെ ഒരു ഇത്. പിന്നെ ഞാൻ മുന്നോട്ട് പോയത് എന്താന്ന് വെച്ചാല് ആ മെന്റൽ പവറും ഇതൊക്കെ കൊണ്ടും. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ അങ്ങനെ കിട്ടും, അപ്പോൾ ഒരു സ്പൈക്ക് വരും. ആൻഡ് ആ ഒരു ഇതിന്റെ ബേസിസിൽ നിങ്ങൾ മുന്നോട്ട് പോയി. എവർ പ്രിപ്പറേഷന്റെ ഇടയിൽ എപ്പോഴെങ്കിലും യു ഫെൽറ്റ് ലൈക്ക് നിങ്ങളെ സ്റ്റഡി മെത്തേഡ് കംപ്ലീറ്റ്ലി റോങ് ആണ്, എനിക്കിത് ചേഞ്ച് ചെയ്യണം, ആൻഡ് ദെൻ അങ്ങനെ ചേഞ്ച് ചെയ്ത് ലൈക്ക് എനി ഇൻസിഡന്റ് ലൈക്ക് ദാറ്റ്? അത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ശരിയാണോ തെറ്റാണോ. കാരണം എല്ലാരും ചെയ്യുന്ന പോലെയല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഈ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കില്ലേനു. ഞാൻ പ്ലാൻ പോലും ഉണ്ടാക്കില്ലേനു. തോന്നിയ പോലെ അങ്ങ് പോക്കേണ്ടിയിരുന്നു. അപ്പൊ എനിക്കറിയാം ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും എക്സാമിന് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പൊ അതില് മാർക്ക് കിട്ടും. അപ്പൊ ഒരു സമാധാനാവും. ഓക്കെ, കുഴപ്പമില്ല. ആ ഒരു അങ്ങനെ കമ്പാരിസൺ മൈൻഡ് സെറ്റ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു, എസ്പെഷ്യലി നിങ്ങൾ റെസിഡൻഷ്യൽ ഇതിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ചെയ്യുന്ന പോലല്ല ഞാൻ ചെയ്യണത് എന്നുള്ളതൊക്കെ? തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്നേക്കാളും നല്ലോണം അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, എന്നേക്കാളും കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. ബട്ട് ലാസ്റ്റ് ടൈം ആയപ്പോ എനിക്ക് ഇങ്ങനെ അറിയൂല, മാർക്ക് കയറി തുടങ്ങി എക്സാംസിൽ. അപ്പൊ പിന്നെ അതായി ഡൗട്ട്, എന്തുകൊണ്ട് ഓർക്കറിയാൻ മാർക്ക് കിട്ടാത്ത എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? അങ്ങനെ ഇത് എനിക്കാണോ പിന്നെ വട്ട്, നാട്ടുകാർക്ക് മൊത്തം വട്ടാണോ എന്നുള്ളതല്ലേ? അതുകൊണ്ട് തന്നെ നല്ല പ്രഷറും ആയി. മാർക്ക് കിട്ടി തുടങ്ങിയോണ്ട് എക്സ്പെക്ടേഷൻസും ആൾക്കാരെ കൂടി, അങ്ങനെ പ്രഷറും കൂടി. നിങ്ങളോട് ആൾക്കാർ ചിലപ്പോ ആ ഒന്ന് ടിപ്സ് പ്രഷർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ളത്? അങ്ങനെ ചോദിച്ചില്ല. പക്ഷെ ടോപ്പർ ടോപ്പർ നിൽച്ചോണ്ട് നടന്നെന്ന്, അതുകൊണ്ട് കൂടുതൽ യു പ്രിഫേർഡ് സെൽഫ് സ്റ്റഡി ആണോ അതോ ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നോ? സെൽഫ് സ്റ്റഡി ആയിരുന്നു. സെൽഫ് സ്റ്റഡി ആണ് കൂടുതൽ പ്രിഫർ ചെയ്തത്. ഓക്കെ. എവർ ഫെൽറ്റ് ലൈക്ക് നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് ഒക്കെ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തതാണോ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നോ? പറഞ്ഞോ. എവർ ഫെൽറ്റ് നിങ്ങൾ പഠിച്ചത് മറന്നു പോകുന്നുണ്ട് റിവിഷന് ടൈം ആയപ്പോഴേക്കും? ആ പക്ഷെ ഞാൻ വിചാരിച്ച് അത് നോർമൽ ആണ്, കാരണം പെട്ടെന്ന് മറക്കുമല്ലോ. എന്തായാലും മറക്കും, എക്സാമിന് തലേ നോക്കിയാലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. But എന്നാലും ഞാൻ അത്ര പെട്ടെന്ന് പ്രോബ്ലംസ് ഒന്നും അത്ര കുഴപ്പമില്ലായിരുന്നു. തിയറി ഒക്കെ പിന്നെ എന്നാലും പ്രശ്നമില്ല. എന്നാലും മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ടൈം നമ്മൾ തലയിൽ നിൽക്കും, വലിയ കുഴപ്പമില്ല. സാധാരണ അഫ്ര, ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പൊതുവെ സ്റ്റുഡൻസ് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളത് യെസ് ഓബ്വിയസ് ആണ്, നമ്മൾ മറന്നു പോകും, വോളിയം വാസ്റ്റ് ആണ്. അപ്പൊ മറന്നു പോകുമ്പോൾ അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സ് ആണ്, വിച്ച് നിങ്ങൾ ഉണ്ടാക്കാറേ ഇല്ല. ഓർ പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിടും, ഇത് നോക്കണം, ഇത് ഞാനിവിടെ മിസ്റ്റേക്ക് വരുത്തി, അപ്പൊ ഇതാണ് നോക്കാനുള്ള ഏരിയ. അത് നമ്മൾ ചെയ്യാറില്ല. സോ വാട്ട് വാസ് യുവർ എക്സാക്ട് ടെക്നീക് ഫോർ റിവിഷൻ? അങ്ങനെ ചോദിച്ചാൽ എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാന് ഷോർട്ട് നോട്ട്സ് ഞാൻ നോക്കലില്ല. പിന്നെ ആ ചാപ്റ്റർ തന്നെ ബുക്ക് എടുത്ത് പിന്നെ നോക്കും. അത് നല്ല ടൈം എടുക്കും ആ സംഭവം. പക്ഷെ എന്നാലും ഞാൻ പിന്നെ അതാ ചെയ്തോണ്ടുന്നത്. ക്വസ്റ്റ്യൻസും ചിലപ്പോ വേറെയോടും ചോദിക്കും, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അങ്ങനെ വേറെ ചോദിച്ച് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, MTPs വെറുതെ എടുത്ത് ചെയ്യാം. പിന്നെ വിവിക്സും KLDR ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വേറെ ആൾക്കാരെ ഉണ്ടാക്കി വെച്ചത് നോക്കുക, അല്ലാണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ല. മാഷാ, പഠിക്കുന്നുണ്ടായിരുന്നു, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് പഠിത്തം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ദാറ്റ് വാസ് എവിഡന്റ് ഫ്രം യുവർ റിസൾട്ട്. വാട്ട് വുഡ് യു സേ വാസ് യുവർ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ഡ്യൂറിങ് യുവർ പ്രിപ്പറേഷൻ? അങ്ങനെ ചോദിച്ചാല് എക്കൗണ്ട്സിൽ എനിക്ക് തോന്നിയത് ഞാൻ കുറച്ചുകൂടെ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്യണമായിരുന്നു. പിന്നെ മൊഡ്യൂൾ 3ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമായിരുന്നു തോന്നി. ലാസ്റ്റ് ടൈം ഞാൻ AS ഇമ്പോർട്ടൻസ് കൊടുത്തേ. അക്കൗണ്ട്സിൽ അങ്ങനെ തോന്നി. ലോലും സ്റ്റഡി മെറ്റീരിയൽ മുന്നേ നോക്കി തുടങ്ങണമായിരുന്നു തോന്നി.
എല്ലാത്തിലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ മുന്നേ നോക്കണമായിരുന്നു തോന്നി. കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ്സ് ഒന്നും അധികം നോക്കാൻ ഇതാക്കൂല. നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാനേ പറ്റൂല. ഭയങ്കര ഹറിയായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ മുന്നേ നോക്കണമായിരുന്നു തോന്നി. എപ്പോഴായിരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു സി ഇന്റർമീഡിയറ്റിന്റെ പ്രിപ്പറേഷൻ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? ലൈക്ക് ഐ പ്രിസ്യൂം നിങ്ങളെ ക്ലാസ്സസ് ഒക്കെ മാർച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. എപ്പോഴായിരിക്കും യു ആർ വെരി സീരിയസ് അബൌട്ട് സ്റ്റഡീസ്? സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് കഴിയാനായപ്പോഴാണ്. ദാറ്റ് വുഡ് ബി ഓണത്തിന് ലൈക്ക് ശേഷം ഏത് മാസം ഏകദേശം? അത് ഒരു ഒക്ടോബർ നവംബർ ആ സമയത്താവും. ഒക്ടോബർ നവംബർ. ഓക്കെ ഫൈൻ. യു ഹാവ് അറൌണ്ട് ഒരു മാസം 2 മാസം എന്തോ എക്സാമിന് ബാക്കിയുള്ളപ്പോഴാണ് യു ആർ ഗെറ്റിംഗ് സീരിയസ്. ഓക്കെ, നൈസ് നൈസ്. അതിലും പിന്നെ ഭയങ്കര സീരിയസാ, പക്ഷെ ആക്ഷനിൽ വന്നില്ല എന്നുള്ളൂ. കഴിച്ചിലാവാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കഴിച്ചിലാവോന്ന് അറിയില്ല എന്നല്ലേ? അറിയില്ല പറഞ്ഞ കാര്യം. ഓക്കെ, മാഷാ അല്ലാ. അഫ്ര, what do you think would be വെറുതെ സി എ സ്റ്റുഡൻസ് അൺനെസസറിലി ടെൻഷൻ അടിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു ആവശ്യമില്ലാതെ വാട്ട് വുഡ് ദാറ്റ് ബി? അത് യു ആ, ആർ യുണീക്ക്, എസ്പെഷ്യലി നിങ്ങളെ ക്ലാസ്സിൽ എല്ലാവരും ടോപ്പർ ടോപ്പർ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന പേഴ്സൺ ആയിരുന്നു ആൻഡ് അവരെ പാറ്റേൺ ഒന്നല്ല ഫോളോ ചെയ്യണത്. സോ ആൻഡ് ദെൻ യു ഫീൽ ലൈക്ക് ഓക്കെ, നിങ്ങൾ ആ ഗ്രൂപ്പിനെ കാണുമ്പോൾ വെറുതെ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഓർ മേ ബി നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളെ ജൂനിയേഴ്സിനെ പോയി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ നിങ്ങളോട് അവിടെ അപ്പത്തെ ബാച്ചിനോട് സംസാരിക്കുന്ന ചാൻസ് കിട്ടുകയാണ്. വാട്ട് വുഡ് ബി ദാറ്റ് പെർട്ടിക്കുലർ തിങ് യു വുഡ് സേ? ഭൂരിഭാഗം സ്റ്റുഡൻസും ഈ ഒരു കാര്യം വെറുതെ ടെൻഷൻ അടിക്കണം അങ്ങനെയൊന്നുമില്ല സി എയിൽ, ലൈക്ക് വാട്ട്? അങ്ങനെ ചോദിച്ചാല് ഉം, അതിപ്പോ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കല്ലോ പഠിക്കാന്. എന്റെ മെത്തേഡ് ഫോളോ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് തന്നെ ബോധമില്ലാത്തതാ എന്നാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അവരോടിപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ടെൻഷനെ പറ്റി എനിക്കറിയില്ല, പക്ഷെ ചെയ്യാൻ പറയുകയാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഐസിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്യാൻ പറയും. പിന്നെ കോൺസെപ്റ്റ്സ് നല്ലോണം നോക്കാൻ. അധികം ചെയ്യാത്ത കാര്യം അതാ, എക്സാമിന് വേണ്ടിയിട്ട് വെറുതെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കും. അപ്പോ മൈൻഡിൽ അങ്ങനെ നിൽക്കാത്ത പോലെ എനിക്ക് തോന്നിയത്, കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. അപ്പൊ ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നി. മാഷാ. വാട്ട് വാസ് യുവർ റിവിഷൻ സ്ട്രാറ്റജി? ആ 1.5 ദിവസം ഓരോ എക്സാമിന്റെ ഇടയിലുള്ള ആ 1.5 ദിവസം എന്തായിരുന്നു നിങ്ങൾ എക്സാക്ട്ലി ചെയ്തുകൊണ്ടെന്ന്? അക്കൗണ്ട്സ് ഞാന് സാറ് കുറച്ച് ഫാക്കൽറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് തന്നിരുന്നു. അതൊക്കെ ചെയ്ത് നോക്കി. പിന്നെ വെറുതെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു എന്തേലും പറഞ്ഞു തരാനുണ്ടോ, നോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, വെറുതെ ഓരോരുത്തരോട് ചോദിക്കും. അങ്ങനെ പാനിക് ആവില്ല അപ്പോ? ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഏരിയാസ് അവർ ഇത് നോക്കണം അത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ യു ആർ ലൈക്ക് അയ്യോ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ? ലാസ്റ്റ് മൊമെന്റിൽ കുറെ അഡ്വൈസ് എടുക്കാൻ നിൽക്കുമ്പോൾ അങ്ങനത്തെ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല? അങ്ങനൊന്നുമില്ല. കാരണം എക്സാമിന് മുന്നേ തന്നെ 2 പ്രാവശ്യം അക്കൗണ്ട്സ് ഒക്കെ മോക്ക് എഴുതിയതാണ്. അവിടെ മോക്ക് ടെസ്റ്റ് നടത്തലുണ്ട്. അപ്പൊ ഓൾറെഡി 2 മോക്ക് എഴുതിയതാ. അപ്പൊ വലിയ കുഴപ്പമുണ്ടായില്ല. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആവും, പ്രാക്ടീസ് ഉണ്ടായിരുന്നു എക്സാം എഴുതിയിട്ട്. പിന്നെ ലോ ഒക്കെ എന്താ ചെയ്ത് വെച്ചാല് നോക്കി, പറ്റുന്നിടത്തോളം നോക്കി. എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് കുറെയൊക്കെ വായിച്ചു വിട്ട്, ചിലത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം, ക്വസ്റ്റ്യൻസ് മാത്രമൊക്കെ നോക്കിപ്പോയി ചിലതൊക്കെ. ലൈക്ക് ടോപ്പിക്സ് വൈസ് പറയുകയാണെങ്കിൽ ഇഫ് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോർപ്പറേറ്റ് ലോ അതർ ലോ, ലൈക്ക് ഏതൊക്കെയാണ് വായിച്ചു വിട്ടത്, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയത്? അതറിലോ നോക്കി, ഫുള്ള് നോക്കി. ഫുള്ള് നോക്കി. ദാറ്റ് കോർപ്പറേറ്റ് ലോ ഇസ് 30 മാർക്സിന്റെ വെയിറ്റേജ് ഉള്ള ഏരിയ ആണ്. ഓക്കെ, യാ. പിന്നെ അതറിലോ പറയുമ്പോ അതില് ഷെയർ ക്യാപിറ്റൽ, ഇൻകോർപ്പറേഷൻ, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അതൊന്നും മുന്നേ മര്യാദക്ക് നോക്കിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഫുള്ള് നോക്കാന്ന് അത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ ജസ്റ്റ് അവിടെ ഇവിടെ മാത്രം നോക്കി, ബാക്കിയുള്ളവര് പറയുന്ന ഭാഗവും അങ്ങനെയൊക്കെ. ഓക്കെ, ഷോർട്ട് പിന്നെ ആയിട്ട് പറഞ്ഞ ചെറിയ നിങ്ങള്. യാ, ക്യാരി ഓൺ ക്യാരി ഓൺ. കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ഒക്കെ ഫുൾ ആയിട്ട് നോക്കി. വലുതൊക്കെ പറ്റുന്ന പോലെ സാറിന്റെ നോട്ട്സ് ഒക്കെ വെച്ച് അങ്ങനെ നോക്കി. അപ്പം ഐസിന്റെ മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ സാറിന്റെ നോട്ട് ചെറുതായിരിക്കും. അപ്പൊ ഫുള്ള് കവറായി എന്ന് പറയാൻ പറ്റൂല.
അങ്ങനെ. ഷോർട്ടായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ലോയില് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ഏരിയാസ് നിങ്ങൾ കവർ ചെയ്ത് പോയി. ആൻഡ് ലോയിൽ ഹയസ്റ്റ് വെയിറ്റേജ് വുഡ് ബി അതർ ലോ 30 മാർക്സിന്റെ ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ കമ്പനീസ് ആക്ടിന്റെ താഴ്ന്ന മേലക്കാണ് വെയിറ്റേജ് ഉള്ള ഏരിയ വരുന്നത്. ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ആ ഷെയർ ക്യാപിറ്റൽ പ്രിലിമിനറി ഇൻകോർപ്പറേഷൻ ആ ഏരിയസിലൊക്കെ കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് ഒക്കെ കുറവാണ്. ആൻഡ് ഓക്കെ ഓക്കെ മനസ്സിലായി. അക്കൗണ്ട്സ് എക്സാം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? യുവർ ലൈക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട ക്വസ്റ്റ്യൻസ്, പക്ഷെ എനിക്ക് വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. എന്റെ ആൻസറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. 80 മാർക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റഡി മെറ്റീരിയലിനാണ് വന്നത്. അപ്പൊ ഞാൻ നോക്കാത്തോണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പൊ റീഗ്രറ്റ് ഉണ്ടായി, ഒന്നുകൂടെ നോക്കണമായിരുന്നു എന്നുള്ളത്. ഓക്കെ. ആൻഡ് യു സൈഡ് ഓൾസോ ഗിവൺ എ സെക്കൻഡ് ചാൻസ് നിങ്ങൾ കുറച്ച് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഓക്കെ. ടീ ഓർ കോഫി അഫ്ര? കോഫി. ഓക്കെ, ഐ എം ഓൾസോ എ കോഫി പേഴ്സൺ. അതെന്റെ കോമൺ സ്റ്റൈൽ ആട്ടോ. ആക്ച്വലി അത് ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്. അതല്ല നമ്മൾ ഉദ്ദേശം. ഏകദേശം നിങ്ങൾക്ക് നമ്മളെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇനിയുള്ള അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോവുക. ഇഫ് ദർ വുഡ് ബി വൺ സബ്ജക്ട് വിച്ച് യു വുഡ് സേ നമ്മൾ സി എ കോഴ്സിന് എടുത്ത് ഒഴിവാക്കണം, എനിക്കറിയാം നിങ്ങൾ ഏതാ പറയാൻ പോണത് എന്നുള്ളത്. ദാറ്റ് വുഡ് ബി എന്റെ ചോക്കാണല്ലോ. ലോ ആയിരിക്കും. ഓക്കെ. അപ്പോ ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രസിഡന്റ് പറയണം നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ ലോ എടുത്ത് ഒഴിവാക്കാം. അപ്പൊ 5 നമുക്ക് ഒരു സബ്ജക്ട് ആഡ് ചെയ്യണം അതിന് പകരം അഫ്ര. ലൈക്ക് വാട്ട് വുഡ് ദാറ്റ് ബി? ഐ എം വെരി ക്യൂരിയസ് ടു നോ ദിസ്. ഓക്കെ, 5 ആറാക്കാൻ വേണ്ടി പുതിയൊരു സബ്ജക്ട് പുറത്തുനിന്ന് കൊണ്ടുവരാം. അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ ഹോപ്പ് യു ആർ അവെയർ, നമുക്ക് ഫൈനലിൽ ലോ ഓൺലൈൻ പേപ്പറാണ്, സെൽഫ് ബേസ്ഡ് ഓൺലൈൻ മൊഡ്യൂളാണ്. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട് കോസ്റ്റിംഗും ഫൈനലിൽ ഓൺലൈൻ ആണ്. ഉം. ഓക്കെ. ഇനീഷ്യലി ആ ഡിസിഷൻ വന്നപ്പോൾ ഐ വാസ് വെരി സപ്പോർട്ടീവ് ഓഫ് ഇറ്റ്. നല്ല കാര്യമാണ്. കാരണം ഈ രണ്ട് സംഭവം ഡിഫറെന്റ് സ്ട്രീംസ് ഓഫ് പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ കോസ്റ്റിംഗിൽ എക്സ്പേർട്ട് ആവാനുള്ള ഒരാൾക്ക് വേണമെങ്കിൽ CMA ചെയ്യാം, ലോയിൽ എക്സ്പേർട്ട് ആവുന്ന ഒരാൾക്ക് CS ചെയ്യാം. വൈ ഷുഡ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡു ഓൾ ദിസ്? അത് ഡ്രാഫ്റ്റ് കണ്ടപ്പോട്ടോ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ എക്സാംസ് വന്ന് കുറച്ച് എക്സാംസ് ഒക്കെ കണ്ടക്ട് ആയി വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എസ്പെഷ്യലി CA ഫൈനൽ സ്റ്റുഡൻസ് തന്നെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു പക്ഷേ മറ്റേ തന്നെ ആയിരുന്നു ബെറ്റർ എന്നുള്ളത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അത് ഇനിയുള്ള ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ലോയിലുള്ള പ്രിപ്പറേഷനിലുള്ള ഷോർട്ട് ഫോൾസും ആൻഡ് കോസ്റ്റിങ്ങിലുള്ള ഷോർട്ട് ഫോൾ കാരണം നമ്മൾ മറ്റ് പ്രൊഫഷണൽ കോഴ്സസിലെ ആൾക്കാർക്ക് കിട്ടുന്ന അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആ ഫീൽഡുകളിൽ നമുക്ക് കിട്ടാതെ വരുമോ എന്നുള്ളത്. സോ വാട്ട് വുഡ് ബി യുവർ ഒപ്പീനിയൻ ഇഫ് ഈ രണ്ട് പേപ്പേഴ്സ് നമുക്ക് തിരിച്ചു കൊണ്ടുവരില്ല CA ഫൈനലിൽ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുകയാണെങ്കിൽ, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ഒപ്പീനിയൻ പറയാനുള്ള എല്ലാം ചോദിക്കാറുണ്ട്. സോ ബീങ് എ റാങ്ക് ഹോൾഡർ, ഹൗ ഡു യു ഫീൽ? നമ്മൾ 6 പേപ്പറുള്ള CA ഫൈനൽ നമ്മൾ 8 പേപ്പർ തന്നെ ആക്കാൻ പോവാണ്. നമുക്ക് ലോയും കോസ്റ്റിംഗും തിരിച്ചു കൊണ്ടുവരാം ഡിസ്ക്രിപ്റ്റീവിലേക്ക്. അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പാസ്സായി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നല്ലേ? ഡിസ്ട്രാക്റ്റഡ് പേഴ്സൺ ആണോ സ്റ്റഡീസിന്റെ ടൈമിൽ? അതെ. മെയിൻ സോഴ്സ് ഓഫ് ഡിസ്ട്രാക്ഷൻ? എന്നാലും ക്യാൻ ഗോ നല്ല അഹെഡ്. ഫോക്കസ് കിട്ടിയിരുന്നു. ഫൗണ്ടേഷൻ പഠിച്ച സമയത്ത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. അവിടെ ഞാൻ പഠിച്ചിരുന്ന സ്ഥലത്ത് ഫോണൊന്നുമില്ല. അപ്പൊ ഫോണൊന്നും ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരൂല. ബട്ട് ആൾക്കാരെ കണ്ടാൽ തന്നെ മതിയല്ലോ. ഓരോരുത്തർ വെറുതെ നോക്കിയിരിക്കും, അവരെന്താ ചെയ്യുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, അങ്ങനെ ഇരിക്കും. പിന്നെ ഇന്ററില് അത്ര പ്രശ്നം ഉണ്ടായില്ല, കാരണം പ്രഷർ ഉള്ളതുകൊണ്ടാവും ചിലപ്പം. എന്നാലും ഇടയ്ക്ക് എന്താ ഫോക്കസ് ചെയ്യാൻ, ബുക്ക് തുറന്നിരിക്കുമെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവലുണ്ട്. അപ്പൊ കുറച്ചേരം വെറുതെ റെസ്റ്റ് എടുക്കും, പിന്നെ ശരിയാവും. ഫേവറേറ്റ് ആക്ടിവിറ്റി ഡ്യൂറിംഗ് ബ്രേക്ക്? അവിടെ സംസാരിച്ചിരിക്കുക. After there are a lot of students who couldn't clear CA, എല്ലാ അറ്റംപ്റ്റിലുള്ള പോലെ തന്നെ. സോ വാട്ട് വുഡ് ബി എ മെസ്സേജ് ഫോർ ദം? എങ്ങനെ, എസ്പെഷ്യലി ഫെയിലിയർ കേട്ടോ, ഫെയിലിയർ ആയിട്ട് ഇനി ഡൗട്ട് അടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള. ഇനിയുള്ള ഒരു 50 days, ഒന്നുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻ വുഡ് ബി ദാറ്റ് വി ഹാവ് അറൌണ്ട് 50 days. ഈ ഒരു 50 days
നിങ്ങൾ അവർക്ക് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കാൻ എന്തൊക്കെ ചെയ്യണം സ്റ്റാർട്ടിങ് ഫ്രം ടുമോറോ, നാളെ രാവിലെ തൊട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what would you say? ഞാൻ ചെയ്തതൊന്നും ചെയ്യല്ലേ എന്ന് പറയും ഫസ്റ്റ് അല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾ സ്റ്റക്കായി അഫ്ര. പാടായിരിക്കും. ഇഫ് യു കുഡ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്താൽ ബെറ്റർ ആ പോർഷൻ സ്റ്റക്കായി പോയി. യാ യാ ഇപ്പൊ ഞാൻ ക്ലിയർ എനിക്ക് പറയും. ഞാൻ എനിക്കേ പ്ലാൻ ഉണ്ടാക്കിയില്ല, അപ്പൊ പിന്നെ വേറൊരാൾക്ക് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോ വാട്ട് ഇസ് യുവർ പ്ലാൻ ഫോർ CA ഫൈനൽ? എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഏകദേശം എന്തെങ്കിലും ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ? ആ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ക്ലാസ് കേട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാഷാ. വലിയ പ്ലാനൊന്നും ആയില്ല, നോക്കണം. ഇല്ല പ്ലാൻ, ബട്ട് ഒരു പെർട്ടിക്കുലർ സംഭവം ഇത്രയും സംഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്തത് ലൈക്ക് യു സർ നിങ്ങൾക്ക് പ്ലാൻ ഒന്നുമില്ല, ഷോർട്ട് ഔട്ട് ഉണ്ടാക്കിയില്ല, കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഫൗണ്ടേഷനിൽ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു, ഇന്റർമീഡിയറ്റ് എത്തിയപ്പോൾ അത് കുറച്ച് കവറപ്പ് ചെയ്തു, എസ്പെഷ്യലി ഇതിന്റെ വോളിയം കാരണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ആവുന്നുണ്ട്. ഈവൻ ദോ യു ആർ നോട്ട് എ വെരി ബിഗ് പ്ലാനർ. സോ ഹൗ വാസ് യുവർ ഓവറോൾ ഫൗണ്ടേഷനിലുള്ള സ്റ്റഡീസിനോടുള്ള അപ്രോച്ച് ആസ് കമ്പയർഡ് ടു CA ഇന്റർമീഡിയറ്റ്? എന്ത് ഡിഫറൻസ് ആണ് യു വുഡ് ഫീൽ ഇൻ ദാറ്റ്? ഫൗണ്ടേഷനിൽ എന്താ സംഭവിച്ചു വെച്ചാല് മെയിൻ ആയിട്ട് വേറെ കാര്യങ്ങളും അതിനോടൊപ്പം സൈഡിൽ കൂടെ പഠിത്തം പോയിക്കൊണ്ടുന്നത്. റൂമിലൊക്കെ ഒരുപാട് സമയം വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനെ ഒരുപാട് സമയം വേറെ പോയി എന്നിട്ടാ പഠിത്തം വന്നത്. പക്ഷെ ഇന്റർലെത്തിയപ്പോ അത് മാറി, മെയിൻ ആയിട്ട് പഠിത്തായി. എത്ര ഉണ്ടായിരുന്നു ഫൗണ്ടേഷനിൽ മാർക്ക്? ഫൗണ്ടേഷനില് 298 ഉണ്ടായിരുന്നു. 298. ഫൗണ്ടേഷനിൽ എനിക്ക് ലോ ആയിരുന്ന പ്രശ്നം ഉണ്ടായിരുന്നത്. സ്വാഭാവികം, അത് ആദ്യം പ്രശ്നമാണല്ലോ. ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. എനി അതർ സ്പെസിഫിക് പോയിന്റ്സ് ദാറ്റ് യു വുഡ് വാണ്ട് ടു ഷെയർ? അങ്ങനെ ചോദിച്ചാല് ഞാന് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തില്ല, ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഞാൻ ബാക്കിയുള്ളവരുടെ അഡ്വൈസ് എടുക്കുന്നുണ്ടായിരുന്നു, ഏതൊക്കെ ഇമ്പോർട്ടന്റ്, ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് മെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളവരെ സപ്പോർട്ട് ഉണ്ടും ഇതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടിയത്. അല്ലാണ്ട് ഞാൻ ഭയങ്കര സംഭവം ഒന്നല്ല, അത്രയൊക്കെ പറയണം. ഫാക്ട് ആണ്, ഓരോരുത്തരുടെ സക്സസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ടാവും. ദാറ്റ് കുഡ് ബി അതർ പേഴ്സൺസ് ആസ് വെൽ, പല ആൾക്കാരെ സപ്പോർട്ടും. ഗിവൺ എ ചാൻസ്, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം CA കോഴ്സ് എന്താന്നുള്ള ഒരു പിക്ചർ കിട്ടി. നൗ ഗോയിങ് ബാക്ക്, നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ. ഇഫ് യു ആർ ഗിവൺ എ ചാൻസ് അഗൈൻ, ടൈമിൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ വുഡ് യു ടേക്ക് CA കോഴ്സ് അഗൈൻ? യെസ്, വൈ? എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. ഓടിച്ചൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നല്ലോ. ബട്ട് ആ സമയത്ത് പ്രഷറിൽ എന്തിനാ ഇതൊക്കെ തോന്നിയെങ്കിലും ഇഷ്ടമാണ്. ബട്ട് ടൈം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, വോളിയം കൂടുതലും ടൈം ഇല്ലാത്ത ആ ഒരു പ്രശ്നം. അല്ലാണ്ട് കുഴപ്പമില്ല, ഇഷ്ടമായി. വൈ ഡു ഐ ആക്ച്വലി ഫീൽ നമ്മൾ ഈ ഒരു അരമണിക്കൂറിന്റെ ഡിസ്കഷന്റെ ഇടയിൽ ഐ ആക്ച്വലി തോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ മാത്സുമായി ബന്ധപ്പെട്ട ഏരിയ ആണ്. ആണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം എപ്പോഴെങ്കിലും നിങ്ങളെ മൈൻഡിൽ ഓക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് എന്തെങ്കിലും ചെയ്യാ എന്നുള്ള? 10th ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടത്, മാത്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാം അങ്ങനെയാണ്. പിന്നെ പിന്നെ നോക്കുമ്പോ ടീച്ചിങ്ങും അങ്ങനത്തെ ഒന്നും വേണ്ട വിചാരിച്ച്. പിന്നെ ആ സമയത്ത് കേട്ടെന്താ വിചാരിച്ചാല് CA മാത്സ് ഉണ്ട് എന്നാണ്. CA മാത്സ് വരുന്നുണ്ട്. അത് കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളത് പിന്നെ അറിഞ്ഞത്. എന്നോട് പിന്നെ ഇപ്പോഴും സി കുറെ എ പേര്. യാ, ഗോ അഹെഡ്. യാ. നോക്കാനുള്ള ഒരു കാരണം പറഞ്ഞാല് പ്രാക്ടിക്കലും തിയറിയും രണ്ടും കൂടെ ഉണ്ടെന്നാണ്. വെറും തിയറി മാത്രമല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് തിയറി ആണല്ലോ പ്രശ്നം. അപ്പൊ ഇത് പ്രോബ്ലംസ് കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലെടുത്ത് എടുത്തത്. എന്നോട് ഇപ്പോഴും ലൈക്ക് CA കോഴ്സിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർ, ധനോ ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, എന്റെ റിലേറ്റീവ്സിൽ അവര്
അവരെ കുട്ടികൾക്കൊക്കെ മാത്സിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാം. എന്നോട് പോയി ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, എനിക്കൊരു തേങ്ങ അറിയില്ല, എങ്ങനെയോ പാസ്സായതാ. മാത്സും സി എ തമ്മിലൊരു ബന്ധമില്ല. ലൈക്ക് പീപ്പിൾ ആക്ച്വലി തിങ്ക് സി എ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് കൊണ്ടുള്ള കളിയാണ്, നമ്മൾ നമ്പേഴ്സിൽ പുലിയാണ് എന്നുള്ളത്. ഓക്കെ. അഫ്ര, ഐ എം റിയലി ഗ്ലാഡ് ടു ഹാവ് യു ഇൻ ദ സെഷൻ. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഓൾ ഇന്ത്യ റാങ്ക് 1 അടിച്ച ആൾക്കാരുമായിട്ടുള്ള ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ചെന്നൈ എന്നുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഇവിടെ തന്നെ കേരളത്തിന്റെ മൾട്ടിപ്പിൾ ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഇന്റർവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഒരു പേഴ്സൺ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എല്ലാ അടുത്തൊന്നും വേറിട്ടിട്ടൊരു സംഭവം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. And it's good actually because there is no one particular method for success. എല്ലാവരും സ്റ്റോറിയും ഡിഫറെന്റ്. ഈവൻ ഇഫ് ഇപ്പൊ നമ്മള് സി എ ഇന്റർമീഡിയറ്റ് നമുക്കിപ്പോൾ 6 സബ്ജക്റ്റ് ഉണ്ട്, മിനിമം ഒരു 6 ഫാക്കൽറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ ഓരോ ഫാക്കൽറ്റി പഠിപ്പിച്ചിരുന്ന മെത്തേഡ് ഓഫ് സ്റ്റഡീസും ഡിഫറെന്റ് ആയിരിക്കും. ഞാനെന്നെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഞാൻ പറയുന്ന പാറ്റേൺ ആവൂല വേറെ ഫാക്കൽറ്റി പറഞ്ഞത്. ദാറ്റ് ഡസൻ മീൻ അയാൾ തെറ്റും ഞാൻ ശരിയും, അല്ലെങ്കിൽ ദാറ്റ് ഡസൻ മീൻ ഞാൻ തെറ്റും അയാൾ ശരിയും. ദ പോയിന്റ് ഇസ്, ഓരോ സ്റ്റുഡൻസിന് കണക്ട് ആവുന്നത് ആരെടുത്തു നിന്നാണോ, എന്ത് ടിപ്സ് ആണോ അത് അഡോപ്റ്റ് ചെയ്യുക, എന്നിട്ടൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് വെൻ യു വർക്ക് അക്കോർഡിംഗ് ടു, ഈ ഒരു ഫാക്കൽറ്റി പറഞ്ഞതാണ് എന്റെ പ്ലാൻ അനുസരിച്ച് മാച്ച് ആവാന്ന് എനിക്ക് തോന്നി, ഞാൻ അത് വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ സംവെയർ ഇൻ ബിറ്റ്വീൻ യുവർ മൈൻഡ് സേസ് ഓക്കെ, ഇതെനിക്ക് ശരിയാവുന്നില്ല, എനിക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തണം എന്ന് ഫീൽ ചെയ്യുമ്പോൾ ആ നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയണത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു അഫ്ര. ഐ എം ഓൾസോ ക്യൂരിയസ് ടു നോ നിങ്ങളെ വാട്ട് ഇസ് യർ പ്ലാൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സി എ, ആൻഡ് വാട്ട് അബൌട്ട് ആർട്ടിക്കിൾഷിപ്പ്, ഇതൊക്കെ എന്താണ്? ആർട്ടിക്കിൾഷിപ്പ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സി എ ആയിട്ട് കുറച്ചു കാലം എംപ്ലോയ്മെന്റ് നോക്കണം, പിന്നെ പ്രാക്ടീസിങ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എംപ്ലോയ്മെന്റ് ആണെങ്കിലും ലൈക്ക് എനി സ്പെസിഫിക് ലൊക്കേഷൻ ഓർ എനി സ്പെസിഫിക് ഏരിയ ഡിപ്പാർട്ട്മെന്റ്? കറന്റ്ലി തീരുമാനിച്ചില്ല, ബട്ട് ഓക്കെ. 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 താങ്ക് യു അഫ്ര. ഐ ഡെഫിനറ്റ്ലി വിഷ് ആൻഡ് ഹോപ്പ് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു ഇൻഷാല്ലാ. ആൻഡ് ഐ സിൻസിയർലി പ്രേ ഫോർ യു, നിങ്ങൾക്ക് സി എ ഫൈനലിലും റാങ്ക് വരട്ടെ ഇൻഷാല്ലാ. ഒരു മിനിറ്റ്. പിന്നെ യാ. എനിക്ക് പറയാനുള്ളത്, അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ബട്ട് ഓക്കെ. അത് ഞാൻ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തില്ല. ബട്ട് എന്താ ചെയ്തെന്ന് വെച്ചാല് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഇത്ര ഡേയ്സ് കഴിയുമ്പോൾ മോക്ക്, ഇത്ര ഡേയ്സ് കഴിയുമ്പോൾ ഒരു അടുത്ത മോക്ക്, അങ്ങനെ ഇരുന്ന്. അപ്പോ ആ ഗ്യാപ്പിൽ ഏത് സബ്ജക്റ്റ് ചോദിച്ചാല് അത് മാത്രം നോക്കും. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ സബ്ജക്റ്റ് കവർ ചെയ്യണമെന്ന് അങ്ങനെ ഒരു എയിം വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലാണ്ട് ഈ ദിവസം എനിക്ക് ഇത് തീർക്കണം അങ്ങനല്ല. ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ സബ്ജക്റ്റ് തീർക്കണം. ബട്ട് അത് എല്ലപ്പോ നടന്നില്ല, ബട്ട് ഓൾമോസ്റ്റ് കവർ ആവലുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എന്താ വിചാരിച്ചു, ബട്ട് ഞാൻ മറന്നു. മറന്നുപോയി, കുഴപ്പമില്ല, ഹാപ്പൻസ്. നിങ്ങളെ ട്രെയിൻ ചെയ്ത നിങ്ങളെ ഫാക്കൽറ്റി, നിങ്ങളെ മെന്റേഴ്സ് അറ്റ് എനി സ്റ്റേജ് ഡ്യൂറിങ് യുവർ പ്രിപ്പറേഷൻ ഡിഡ് ദേ ഹാവ് ദിസ് ഫീലിംഗ് നിങ്ങൾ റാങ്ക് അടിക്കാൻ പോവാണ് എന്നുള്ള എന്തെങ്കിലും? ഈ റാങ്ക് വിചാരിച്ച് പഠിച്ചാല് ബോത്ത് എന്തായാലും പാസ്സാവുമെന്ന് കേട്ടോണ്ട് മാത്രം ഞാൻ റാങ്ക് വിചാരിച്ചിരുന്നു. അല്ലാണ്ട് റാങ്ക് എന്ന് വിചാരിച്ച് ഞാൻ വേണം ഒരിക്കലും എന്ന് ഇല്ല, ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ല. ബട്ട് പിന്നെ എങ്ങനെ തോന്നി വിചാരിച്ചാല്, എന്റെ മെന്റർ ഉണ്ട് അവിടുത്തെ. അപ്പൊ ആള് ഇങ്ങനെ പറയും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ശ്രമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ജസ്റ്റ് നോക്ക്, ജസ്റ്റ് നോക്കി ഇങ്ങനെ പറയും. അപ്പൊ ആൾക്ക് അത്രയും പ്രതീക്ഷിച്ചൊന്ന് കണ്ടപ്പാ എനിക്കൊരു ആഗ്രഹം തോന്നിയത്. അല്ലാണ്ട് അതൊരിക്കലും മാഷാ അല്ലാ. എനിക്ക് സ്വന്തമായിട്ട് തോന്നിയതല്ല. മാഷാ അതാ അല്ലാ. ഞാൻ പറഞ്ഞത്, ഒരു സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഇങ്ങനെ ഈ നോർത്തിലൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് അടിച്ച സ്റ്റുഡൻസിന്റെ ഒക്കെ ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട്, ക്ലാസ്സിൽ പ്രൊജക്ടറിലിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയാറുണ്ട്, അവർ ആദ്യമേ മൈൻഡ് സെറ്റിൽ അത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓക്കെ റാങ്ക് അടിക്കാൻ പോവാണെന്ന്. ദാറ്റ് കുഡ് ബി ഡ്യൂ ടു വേരിയസ് റീസൺസ്. ഓക്കെ, ലൈക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ അവരെ ഫാക്കൽറ്റി അല്ലെങ്കിൽ അവർ മെന്ററിന് ആ ഒരു കാലിബർ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നു. ആ ബേസിസ് സ്റ്റുഡൻസ് അതിന് പ്രിപ്പയർ ചെയ്ത് പോവുകയും ചെയ്യുന്നു. ആൻഡ് ഓൾമോസ്റ്റ് ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഭൂരിഭാഗം റാങ്ക് ഹോൾഡേഴ്സും ദേ നെവർ എക്സ്പെക്ടഡ് അവർക്ക് റാങ്ക് കിട്ടും എന്നുള്ളത്. വെരി ഫ്യൂ ആൾക്കാരായിരിക്കും, ഒരു പക്ഷേ റയർലി ഓക്കെ എനിക്ക് എന്തായാലും റാങ്ക് കിട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, ബട്ട് ഭൂരിഭാഗം ആൾക്കാർ റാങ്ക്
എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദ റിസൾട്ട് ദേ സെഡ് ഓക്കെ റാങ്ക് വന്നു എന്നുള്ളത്. സോ ദിസ് ഇസ് എസ്പെഷ്യലി ദിസ് ടൈം നിങ്ങളുടെ സ്റ്റോറി ആണെങ്കിലും ഈ ഇപ്രാവശ്യത്തെ റിസൾട്ടിൽ ഇപ്പോൾ വെൻ വി ഹാവ് കേരളത്തിൽ നിന്ന് 3 റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഷോസ് ദാറ്റ് യാ നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളത്. ഓക്കെ അഫ്ര, താങ്ക്സ് അലോട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ നമ്മൾ ആ സെഷനിൽ ജോയിൻ ചെയ്തതിനും ടു ഷെയർ യുവർ എക്സ്പീരിയൻസ്. നേരത്തെ മറന്ന കാര്യം എന്താ വിചാരിച്ചാല്, ഓക്കെ. ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഡെയിലി 2 സബ്ജക്റ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കിയാലേ ബോർഡ് പാസ്സാവാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം ഞാൻ കേട്ടിരുന്നു. ബട്ട് എനിക്കതൊട്ടും പറ്റാത്ത കാര്യം. എനിക്ക് ഒരു സമയത്ത് ഒരു സബ്ജക്റ്റ് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതന്നെ ചെയ്തുള്ളൂ. അപ്പം അതൊക്കെ വെറുതെ പറയുന്നതാന്ന് അപ്പൊ മനസ്സിലായി. ഞാൻ ഡെയിലി 8 സബ്ജക്ട് പഠിക്കാറുണ്ടായിരുന്നു അഫ്ര. പക്ഷെ അത് എന്താ ഞാൻ പറയുക, ലൈക്ക് ഇപ്പൊ ഞാൻ കൂടിപ്പോയ പിന്നെ ഇതേ സംഭവം, അതായത് അന്ന് ഞാൻ വായിച്ച റാങ്ക് ഹോൾഡേഴ്സിന്റെ ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ അവർ 8 സബ്ജക്ട് ഡെയിലി പഠിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ബ്രെയിൻ അത്രയും ഷാർപ്പ് ആവും എന്നുള്ളത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ പെട്ടെന്ന് ഒരു ടോപ്പിക്ക് ഒരു എക്സ്ട്രീം ഏരിയ എന്ന് ചോദിച്ചു, വേറെ ടോപ്പിക് വേറെ എക്സ്ട്രീം ഏരിയ എന്ന് ചോദിച്ചു, അപ്പം നമ്മൾ ബ്രെയിൻ അത്ര പെട്ടെന്ന് ജമ്പ് ആവും ടോപ്പിക്സ്. പ്ലസ് ഒരേ സബ്ജക്ട് നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റുട്ടീൻ പോലെയാവും. നമുക്ക് ഇങ്ങനെ മൈൻഡിൽ സ്റ്റോർ ആയി. ഇപ്പോൾ നിങ്ങൾ ടാക്സ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ബ്രെയിൻ നല്ലോണം വർക്ക് ചെയ്യും. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് അപ്പോൾ ഒന്ന് ഫെമിലിയർ ആയി മെത്തേഡ്. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടി നമുക്ക് ആ പാറ്റേൺ ബൈ ഹാർട്ടായി. ഒരു ഫോർത്ത് ക്വസ്റ്റ്യൻ ഈവൻ ഇഫ് നിങ്ങൾ ഒരു പാട്ടും കേട്ട് ചെയ്യുകയാണെങ്കിൽ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സോൾവ് ചെയ്യും. അത് യു ഡിൻ ബിക്കം എക്സ്പേർട്ട് ഇൻ ദാറ്റ് ടോപ്പിക്, ദാറ്റ് വാസ് ജസ്റ്റ് നിങ്ങളെ ബ്രെയിനിന് അത് റിപ്പീറ്റീവ് ആയി ചെയ്തുകൊണ്ട് ഫെമിലിയർ ആയതാണ്. അങ്ങനെ പഠിക്കുന്ന സാധനം അതേപോലെ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, എനിക്കിത് വർക്ക്ഔട്ട് ആയി, ഡെയിലി 8 സബ്ജക്ട് പഠിക്കും എന്നുള്ളതൊക്കെ. ബട്ട് പിന്നെ ഓവർ ദി പീരിയഡ് ഐ റിയലൈസ് ദാറ്റ് കുറെ ആൾക്കാരോട് സംസാരിച്ച് വന്നപ്പോൾ ഐ റിയലൈസ് ദാറ്റ് അത് മെജോറിറ്റി ആൾക്കാർക്കും അത് കൺഫ്യൂസിംഗ് ആണ്. റാദർ ദാൻ ബെനിഫിറ്റ് ഉണ്ടാക്കണേക്കാളും കൂടുതൽ ഹാം ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് യു സെഡ്. ആൻഡ് പ്ലസ് നമ്മൾ പറയാറുള്ള മാതിരി വട്ട് എവർ വർക്ക്സ് ഫോർ ഈച്ച് പേഴ്സൺ അത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഏതാണോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ടിപ്സ് ഓരോരുത്തർ തരുന്നത് വർക്ക്ഔട്ട് ആവുന്നത് അത് അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ്, നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളോട് പറയും ഇതെല്ലാം എനിക്ക് വർക്ക് ചെയ്യുക, സംഭവം മാറ്റി പിടിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് പറഞ്ഞത് ഫോളോ ചെയ്യുക. പോയിന്റ് ഇസ് മേക്ക് ഷുവർ നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് വോളിയം ഒരുപാടുള്ള മാതിരി തോന്നും. ബട്ട് വൺസ് യു ഗിവ് എ സ്റ്റാർട്ട് ഡെയിലി ബേസിസിൽ അങ്ങനെ വർക്കിനനുസരിച്ച് അത് കിട്ടും. യെസ് അഫ്ര? പിന്നെ 100% ഒന്നും ആരും കവർ ചെയ്യൂല എന്നുള്ളത് ആർക്കും അതെ. ഇൻസ്റ്റിറ്റ്യൂട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മളെടുത്ത് 100%. ഇല്ല, ബട്ട് ചില സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനോ, ഞാനത് നോക്കിയില്ലല്ലോ, ഞാൻ ഇത് നോക്കിയില്ലല്ലോ. ബട്ട് അതൊക്കെ ഓക്കെയാണ്, ഐ നമ്മള് മാക്സിമം കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യും. മാക്സിമം നമ്മൾ ചെയ്യാം. ഐ കംപ്ലീറ്റ്ലി ലൈക്ക് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് പെർസ്പെക്റ്റീവ്. ഓക്കെ, മാഷാഅല്ലാ, ദർ ഇസ് സംതിങ് ഇൻ യു വിച്ച് ഇൻഷാല്ലാ നിങ്ങൾ ഡെഫിനറ്റ്ലി നല്ല ഹൈറ്റ്സിൽ എത്തിക്കും. നോട്ട് ജസ്റ്റ് ഇൻ യുവർ കരിയർ, ഇൻ യുവർ ലൈഫ് ഓൾസോ ഇൻഷാല്ലാ. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്ത് ഹേർഡിൽസ് സ്ട്രഗിൾസ് ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. താങ്ക് യു. ഓക്കെ അഫ്ര, ബൈ. ബൈ.